ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയെ പേടിപ്പിക്കുകയാണ് കേട്ടോ. വൈജ മര്യാദയ്ക്ക് പണികളൊക്കെ ചെയ്തോണം, അറിയാമോ നിനക്ക് പണികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അത്താഴത്തിന് ഇന്നതുണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നതുണ്ടാക്കണം, പറയുന്നത് കേട്ട് അനുസരിച്ച് ഇവിടെ ജീവിച്ചോണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ദേ ലാസ്റ്റ് ആയിട്ട് നിന്നോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ബാലേന്ദ്രന്റെ അടുത്ത് ഒരുപാട് കിന്നാരത്തിനും വർത്താനത്തിനും ഒന്നും നിനക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. ഇതുവരെ ഇവിടെയുള്ള വേലക്കാരികൾ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല, നീ അങ്ങനെ ചെയ്യാനും പാടില്ല. അത് പിന്നെ എന്നെ അറിയാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്താ അറിയാനാടി നിന്നെ കുറിച്ച്? ഇനി ആ നിഹേതൻ എന്ന് പറയുന്ന അനാഥാലയത്തിൽ കിടന്ന ഒരു അനാഥ പെണ്ണ്, ഇതിൽ കൂടുതൽ എന്തറിയാനാടി നിന്നെ കുറിച്ച്? എനിക്ക് നിന്നെ കുറിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിനക്ക് വാഷിംഗ് മെഷീനൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയാമോ? വാഷിംഗ് മെഷീൻ, ഓവൻ, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം നിനക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയാമോ? അത് പിന്നെ ഞങ്ങളുടെ സ്നേഹനികേതനിൽ ഇതൊന്നും ഇല്ലായിരുന്നു. നിങ്ങളുടെ സ്നേഹനികേതനിൽ ഇതൊന്നും ഉണ്ടായിരുന്നോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അതൊക്കെ വർക്ക് ചെയ്യിക്കാൻ നിനക്ക് അറിയാമോന്നേ ചോദിച്ചത്. ഇല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എങ്കിലിങ്ങ് വാ, ഒരേ ഒരു തവണ ഞാൻ കാണിച്ചു തരത്തുള്ളൂ. അത് കണ്ടു പഠിച്ച് അതനുസരിച്ച് ചെയ്തോണം, കേട്ടല്ലോ. ഒരു പ്രാവശ്യം എനിക്ക് കാണിച്ചു തന്നാ മതി, ഞാനത് നോക്കി ചെയ്തോളാം. ബാ കൂടുതൽ നിന്റെ ആദിവിനയം ഉണ്ടല്ലോ, അതെന്റെ അടുത്ത് വേണ്ട. അയ്യോ, ഞാൻ ആദിവിനെയും കാണിച്ചൊന്നുമല്ല, ഞാൻ ഇങ്ങനെയാ സംസാരിക്കാനുള്ളത്. നിന്റെ സംസാരം വരാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയും കൂട്ടിക്കൊണ്ട് വൈജയന്തി കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാമച്ചനെയും ഗ്രേസീനെയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ മാമച്ചൻ രാവിലെ ഉറക്കോണീറ്റൊക്കെ ഇങ്ങനെ വന്നൊന്ന് ഉഷാറായിട്ട് ചുറ്റും ഒന്ന് നോക്കി, ആരുമില്ല. എന്നാ പിന്നെ ഒരു പുക എടുത്തേക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ഒരു സിഗരറ്റ് എടുത്ത് ഇങ്ങനെ പുക വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുക വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേവതിക്കുട്ടി ആ വഴി വരുന്നത്. രേവതിക്കുട്ടി നോക്കിയപ്പോ ഒരു പുക പോകുന്നു. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എന്നാ പിന്നെ കൊച്ചമ്മേനെ കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ഗ്രേസിയുടെ അടുത്ത് ഓടി ചെന്നിട്ട്, അതേ ഇങ്ങ് വന്നേ, ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. എന്താടി, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ഈ പെങ്കൊച്ചിന് ഇത് എന്തിന്റെ സൂക്കേടാ, ഇത് എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? മനുഷ്യനിട്ട് വട്ടി കളിപ്പിക്കുകയാണോടി, എന്നെ അടി നിനക്ക് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഗ്രേസി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം രേവതിക്കുട്ടി, ദേ വാ, ഞാനൊരു കൂട്ടം കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് വാതിലിന്റെ സൈഡിൽ ചെന്നിട്ട് ദേ നോക്കിക്കേന്ന് പറയുമ്പോ മാമച്ചനാണെങ്കിൽ പുകയെടുത്ത് വലിച്ചു കയറ്റി വിടുകയാണ്. ഇത് കണ്ടതും ഗ്രേസിക്ക് ദേഷ്യം വന്നു. തിരിഞ്ഞു നോക്കിയപ്പോ മാമച്ചൻ ഇത് കാണുകയും ചെയ്തു. ഗ്രേസ് പറഞ്ഞു, എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ അവസാനമായിട്ട് ഇപ്പൊ തന്നെ എത്ര തവണയായി ഈ അവസാനം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 3 തവണ. 300 തവണ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഡോക്ടറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോ വലിക്കില്ല, കുടിക്കില്ല, ഒന്നും ചെയ്യില്ല. എന്തൊരു പാവം. ഡോക്ടർ പറഞ്ഞതാണല്ലോ ഇതൊന്നും ചെയ്യരുതെന്ന്. അത് പിന്നെ ഞാന് ഇതൊന്നും ചെയ്യില്ലെന്നേ. ഇതിപ്പം പെട്ടെന്ന് ദേ ഇത് ചുമ്മാ പറയുന്നതാ. ഞാൻ ദേ ഓരോ മുക്കിലും മൂലയിലും നോക്കുമ്പോ ഓരോന്നേ മറ്റേ കുഴിബോംബ് കുഴിച്ചിട്ടേക്കുന്ന പോലെ കുഴിച്ചിട്ടേക്ക്. സിഗരറ്റ്, ബ്രാൻഡ് കുപ്പി, മിഠായി, ഇങ്ങനെയൊക്കെ ഓരോ മൂലയിലും ഉണ്ട്. മിണ്ടായിരിക്കടി, നിന്നോട് ആരാടി മിണ്ടാൻ പറഞ്ഞത്? നിന്നോട് ആരാടി ഇതൊക്കെ ചോദിച്ചത്? ഓഹോ, ഇനി രേവതിക്കുട്ടിയുടെ മെക്കിട്ട് കയറിക്കോ. ഉള്ളതെല്ലാം കണ്ടുപിടിച്ചതും പോരാഞ്ഞിട്ട് ദേ മാമച്ച, അവസാനമായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് അവസാനമായിട്ട് മേളിലേക്ക് പോകണ്ട എങ്കിൽ മര്യാദയ്ക്കിരുന്നോ. ഇല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന പോലെ ക്യാൻസർ, അറ്റാക്ക്, അങ്ങനെ പല അസുഖങ്ങളും വന്ന് പിടിക്കും. പ്രായമായ സമയത്താ പുകവലി. ഇനിയെങ്കിലും നിർത്തിക്കോ ഇത്. ഞാൻ മടുത്തു. കഷ്ടപ്പെടാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ശ്വാസം മുട്ടലുമായിട്ട് അങ്ങ് ഇറങ്ങിക്കോളൂ. എന്നിട്ട് മനുഷ്യനെ വലയ്ക്കാനായിട്ട് മര്യാദയ്ക്ക് അയക്കോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക്, എടി ഭയങ്കരി, നീ അല്ലേടി പറഞ്ഞു കൊടുത്തത്, കാണിച്ചു തരാടി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി. പിന്നെ ഇനിയിപ്പോ ആ പെങ്കൊച്ച് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എടി നീ ചാരപ്പണി ചെയ്യാൻ നടക്കുകയാണല്ലേ ഇവിടെ. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അത് പിന്നെ ഞാൻ ചാരപ്പണിയൊന്നും ചെയ്തതല്ല, ഞാനൊരു സത്യം പറഞ്ഞല്ലേ. എന്നോട് കള്ളം പറയരുതെന്ന് എന്റെ മമ്മി പഠിപ്പിച്ചിട്ടുണ്ട്. അവളുടെ ഒരു മമ്മി. കാണിച്ചു തരാടി, നിനക്കിട്ട് വെച്ചിട്ടുണ്ടേ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മാമച്ചൻ അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും രേവതിക്കുട്ടീനെ നോക്കി നമ്മുടെ ഗ്രേസി ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ അലീനയാണ്. അലീന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഡൈനിങ് ടേബിൾ ഒക്കെ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തി വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങുന്നു. അലീനെ, എല്ലാം റെഡിയാക്കിയോ നീ? എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്.
പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ആ അതെ, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ ബാഗൊക്കെ ആയിട്ട് അതിലെ വന്നപ്പോഴത്തേക്കും വൈജയന്തി ചോദിച്ചു, അല്ല ബാലേന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? അത് പിന്നെ എനിക്ക് ഇന്ന് ജ്വല്ലറിയിൽ ഇച്ചിരി നേരത്തെ പോകാനുണ്ട്, കുറച്ച് ബിസിനസ് ലീഡേഴ്സുമായിട്ട് കുറച്ച് മീറ്റിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോവാ. അപ്പം പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കും? പുറത്തുനിന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെന്നോർത്ത് ചത്തൊന്നും പോകാനില്ലല്ലോ എന്നും പറഞ്ഞാണ് നമ്മുടെ ബാലേന്ദ്രൻ അങ്ങ് പോകുന്നത്. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ വൈജയന്തി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. അപ്പൊ കൃഷ്ണ എന്ന് പറയുന്ന ഇളയ പെൺകുട്ടി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ അലീനെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് എല്ലാം ശരിയാക്കി വെച്ച് ആ കുട്ടിയോട്, ദേ കൃഷ്ണ ബാ വന്നേ, ഇത് എടുത്തോണ്ട് പൊക്കേന്ന് പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ കൃഷ്ണ, ആ എല്ലാം തയ്യാറാക്കിയോ ചേച്ചി എന്ന് പറഞ്ഞ് അതെല്ലാം എടുത്ത് ബാഗ് വെച്ചപ്പം നമ്മുടെ അലീന പറയാ, വെള്ളം വയറ് നിറച്ച് കുടിക്കണം കേട്ടോ, വയറ് നിറച്ചില്ല എന്നല്ല, സോറി, ആവശ്യത്തിന് കുടിക്കണം കേട്ടോ. വെള്ളം കുടിച്ചില്ലെങ്കിൽ പല രോഗങ്ങളും ഉണ്ടാകും. പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് വെള്ളം കുടിക്കേണ്ട ഒരു കഴിവാണ്. അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറില് ബുദ്ധീനെ വരെ ബാധിക്കും വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, ആ ചേച്ചി ഞാൻ വയറ് നിറച്ച അല്ല ആവശ്യത്തിലധികം വെള്ളം കുടിക്കും ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തോണ്ട് ആ കുട്ടി പോകുമ്പോൾ, അതെ ഞാൻ പോവാട്ടോ ചേച്ചി, അമ്മേ ഞാൻ പോവാണേ, പൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ വൈജയന്തിയും പറഞ്ഞു വിടാണ്. അപ്പൊ ആ കുട്ടി അങ്ങ് പോയിട്ടോ. ഏതായാലും വൈജയന്തി നോക്കുമ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അലീന, കുഴപ്പമൊന്നുമില്ല. ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തു വെച്ച് ബാഗിലെല്ലാം എടുത്തു വെച്ച് കെട്ടി കൊടുത്തു വിടുന്നുണ്ട്. അപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാണ് വൈജയന്തി ഇരിക്കുന്നത്. അല്ല നീ അമ്മയ്ക്ക് ചോറ് കൊടുത്തോ? അല്ല ചോറ് കൊടുത്തോ എന്നല്ല, അമ്മയ്ക്ക് കാപ്പി കൊടുത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മയ്ക്ക് ഇപ്പൊ ഞാൻ കാപ്പി കൊടുത്തില്ല. ആഹാ, ഇനി എപ്പോ കൊടുക്കാനാ? അമ്മയ്ക്ക് കാപ്പി കൊടുക്കേണ്ടത് എപ്പോഴാണെന്നേ എനിക്കറിയാം, അത് വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലെന്ന് നമ്മുടെ അലീന എടുത്തത് അങ്ങ് പറഞ്ഞു കേട്ടോ. എടുത്തടിച്ചങ്ങ് പറഞ്ഞു, ഓഹോ നീ എന്താ തർക്കുത്തരം പറയാണോ? തർക്കുത്തരമൊന്നും പറഞ്ഞല്ല, ഞാന് ഒരു സത്യം പറഞ്ഞല്ലേ, അമ്മയ്ക്ക് എപ്പോഴാ ഭക്ഷണം കൊടുക്കണ്ടേ ഇല്ലേ എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനല്ലേ അമ്മയെ നോക്കുന്നത്, അപ്പൊ ഞാൻ അതനുസരിച്ച് ചെയ്തോളാം. അല്ലാതെ ഞാൻ തർക്കുത്തരമൊന്നും പറഞ്ഞല്ല, എനിക്ക് തർക്കുത്തരമൊന്നും പറയാൻ അറിയില്ല, തർക്കുത്തരമായിട്ട് കാണുകയും വേണ്ട. അപ്പോഴാണ് മറ്റേ പെണ്ണ് വരുന്നത്, മൂത്ത പെണ്ണ് ഇറങ്ങി വന്നിട്ട്, എടി എല്ലാം എടുത്ത് വെച്ചോടി, ഇതെന്താടി ഇതിനകത്ത് ഇരിക്കുന്നത്, ഇതെന്താ ലഞ്ചിന് എന്താ ഇന്ന് മോരുകറി ഉണ്ട്, തോരനുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ മുട്ട പൊരിച്ചത് വെച്ചിട്ടുണ്ട്. ആണോ, എങ്കിൽ പിന്നെ എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും കറികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എടുത്തോണ്ട് പോകാൻ തുടങ്ങുമ്പോൾ, അയ്യോ ദേ വാട്ടർ ബോട്ടിൽ എടുത്തില്ല, വെള്ളം എടുത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അലീനെ പുറകെ ചെല്ലുമ്പോഴത്തേക്കും, വെള്ളമൊന്നും എനിക്ക് വേണ്ട, ഞാൻ വെള്ളമൊന്നും കുടിക്കില്ല. അയ്യോ വെള്ളം കുടിക്കാതെ ഇരിക്കരുത്, നമ്മൾ പെൺപിള്ളാരല്ലേ, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം, നമ്മുടെ ശരീരത്തിൽ വെള്ളം വേണം. ദേ നീ എന്നെ കൂടുതൽ ഉപദേശിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞ് ആ പെണ്ണ് പേടിപ്പിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് വൈജയന്തി അങ്ങനെ എണീറ്റിട്ട് പറഞ്ഞു, ദേ മര്യാദയ്ക്ക് വെള്ളം മേടിച്ചോണ്ട് പോക്കടി എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ പേടിപ്പിച്ചു കേട്ടോ. ഇങ്ങോട്ട് കൂടുതൽ പറയാനൊന്നും വരണ്ട, വെള്ളം അങ്ങോട്ട് എടുത്തോണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു നമ്മുടെ വൈജയന്തി. ഏതായാലും വൈജയന്തി എല്ലാം കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും മക്കളെ നിർത്തേണ്ടടുത്തൊക്കെ നിർത്തും. അന്നിങ്ങനെ ആ പുള്ളിക്കാരി ആ പെങ്കൊച്ച് വെള്ളം എടുത്തോണ്ട് പോയി കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വൈജയന്തി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പം, അല്ല ഭക്ഷണത്തിന് എന്തെങ്കിലും കുറ്റമുണ്ടോ? എന്താ കുറ്റമൊന്നും പറയാത്തത്? ഞാൻ എന്താ കുറ്റം പറയാനിരിക്കുകയാണോ ഇവിടെ? എനിക്ക് കുറ്റം പറയലാണോ ജോലി? ഓഹോ നിന്റെ വർത്താനം നീ കേട്ടിട്ടുണ്ടല്ലോ, ഓർക്കൂല ഞാനിവിടെ കുറ്റം പറച്ചിലാണെന്ന്. അല്ല എന്തെങ്കിലും കുറ്റോ കുറവോ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഇതിലും നല്ല ബെറ്റർ ആയിട്ട് ഉണ്ടാക്കാം, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു കുറ്റവും കുറവും പറയാനില്ല. അല്ല ചായ വേണമെങ്കിൽ ഞാൻ എടുക്കാം, ചായ രാവിലെ കുടിച്ചതല്ലേ. അല്ല ഇപ്പൊ വേണേ ടപ്പേന്ന് ഞാൻ എടുക്കാം. എങ്കിൽ പിന്നെ ഒരു ചായ എടുത്തോണ്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന പോയി ചായയൊക്കെ എടുത്തോണ്ട് വന്നു കേട്ടോ. ചായ എടുത്തോണ്ട് വന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിച്ചിട്ട് ചായ നല്ലതാ, ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാ എന്നിങ്ങനെ ഇച്ചിരി മസിൽ പിടിച്ചങ്ങ് പറയുകയാണെ. ഏതായാലും അലീനയ്ക്ക് സന്തോഷമായി. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വൈജയുടെ മകൻ വരുന്നത്. മകൻ വന്നിട്ട് ഓടി വന്ന് ആ ചായ എടുത്ത് കുടിച്ചിട്ട് പോകാൻ തുടങ്ങിയപ്പോ, ഇത് എന്താണ് നീ കാണിക്കുന്നത്? ഞാൻ കുടിച്ചിട്ട് വെച്ച ചായയാണോ എടുത്ത് കുടിക്കുന്നത്? അത് അമ്മയല്ലേ കുടിച്ചത്, തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ലെന്ന് കേട്ടിട്ടില്ലേ, അപ്പൊ കുഴപ്പമൊന്നും ഇല്ലമ്മേ, അതെ ഞാൻ പോവാ, ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങ് ഇറങ്ങിപ്പോവാ. ചായ നല്ല സൂപ്പർ വന്ന് പറഞ്ഞിട്ടാട്ടോ ആ കുട്ടി ആ ചെക്കൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. നമ്മുടെ ഹരിശങ്കറിന് അത്ര ബോറൊന്നും അല്ല കേട്ടോ ആ പയ്യനെ, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത പയ്യനാണ്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ് അലീന. മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം നീ ഉണ്ടാക്കിയതാ? അതെ ഞാൻ ഉണ്ടാക്കിയതാ. സൂപ്പറാണ് കേട്ടോ, അടിപൊളി ആയിട്ടുണ്ടല്ലോ, നിനക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ.
അമ്മയുടെ മോളും പറഞ്ഞു ഭക്ഷണം സൂപ്പറാണെന്ന്. ആണോ? അവൾ അങ്ങനെ പറഞ്ഞോ? നല്ലത് കണ്ട അവൾ നല്ലത് പറയും. അവൾ അങ്ങനെയാണെന്നേ, നല്ലത് കണ്ടാ നല്ലതേ അവള് പറയത്തുള്ളൂ, അല്ലാതെ മനസ്സിൽ കൊണ്ടൊന്നും നടക്കില്ല. പിന്നെ അതും ഇതും ഒക്കെ പറഞ്ഞ് ഒരു മുരടിപ്പ് സ്വഭാവം, അത്രേ ഉള്ളൂ. ഇച്ചിരി ദേഷ്യവും കൂടുതലാണ്, വാശിയും വൈരാഗ്യവും കൂടുതലാണ്, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ സത്യം സത്യമായിട്ട് തന്നെ അവള് പറയും, ഒന്നും അവള് മറച്ചു വെക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ വൈജ കയറി വരുന്നത്. വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തി പോയി കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ബാലേന്ദ്രൻ ഉച്ചയ്ക്ക് വരും, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ വൈജയന്തി വന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം എല്ലാം എസ് എസ് എന്ന് കേട്ട് ഇങ്ങനെ നമ്മുടെ അലീന തലയൊക്കെ ആട്ടുന്നു. അങ്ങനെ നമ്മുടെ വൈജയന്തി പോവുകയാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മാമച്ചന്റെ വീടാ കാണിക്കുന്നത്. അവിടെ മാമച്ചൻ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പരിപാടിയാണ്. ബ്രാൻഡിയൊക്കെ ആരും കാണാതെ അടിച്ചു കുടിക്കുകയാണ്. ഇത് നമ്മുടെ അലീന കണ്ടുപിടിക്കുകയാണ്. അലീന ഇത് കണ്ടുപിടിച്ചിട്ട് എന്താ, അലീന നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഗ്രേസിയോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പം, ഇവൾ ഇന്ന് പിരിച്ചു വിട്ടിട്ടേ ഉള്ളൂ, ഇന്ന് ഇവളെ പിരിച്ചു വരണം, എനിക്കൊരു സർവന്റിനെയാണ് ആവശ്യം, അല്ലാതെ ഒരു ഡിക്റ്റേറ്റീവിനെ അല്ല ആവശ്യം, ഇവൾ ഇവിടെ നടന്നവരൊന്ന് കണ്ടുപിടിക്കല്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, എന്നാ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കും, അടുക്കളയിൽ വന്ന ഔലോസുണ്ട കട്ട് തിന്നുന്ന കാര്യം. അപ്പൊ ഔലോസുണ്ടയും മാമച്ചൻ കട്ട് തിന്നുവോ? എന്റെ പൊന്നു, വെറുതെ ആണോ ഷുഗർ ലെവൽ താഴാത്തത്? എത്ര നോക്കിയാലും ഷുഗർ ലെവൽ താഴില്ല. അപ്പൊ ഇത് തന്നെയാ കാര്യം. എടി ഭയങ്കരി, നീ എന്നെ ഒറ്റ കൊടുക്കല്ലേടി. അപ്പൊ രേവതി പറഞ്ഞു, ഒറ്റ കൊടുക്കുകയാണെന്ന് ചോദിച്ചാല് ഞാന് സത്യമല്ലേ പറഞ്ഞത്, സത്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോഴത്തേക്ക് പറഞ്ഞു, എന്നാ ഉറപ്പായിട്ട് നിന്നെ ഇവിടുന്ന് ഞാൻ പിരിച്ചു വിട്ടിരിക്കുന്നു, പിരിച്ചു വിട്ടാലും ഞാൻ ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോഴേക്കും ഗ്രേസ് പറയുന്നുണ്ട്, എനിക്ക് ഇതുപോലെ ഒരു ഡിറ്റക്റ്റീവിനെ തന്നെ ആവശ്യം, നിങ്ങൾ പിരിച്ചു വിട്ടാലേ ഞാൻ ഇവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇവളാള് കൊള്ളാലോ, നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് മാമച്ചൻ വീണ്ടും നമ്മുടെ രേവതിനെ പേടിപ്പിക്കുന്ന ഒരു സീനാണ്. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുമ്പം ഉച്ചയ്ക്ക് ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വരികയാണ്. ഏതായാലും ഭക്ഷണം കഴിക്കാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ ഇത് കഴിച്ച് ഞെട്ടിപ്പോവാണ് കേട്ടോ. അട്ടിപ്പൊളി കറികളും നല്ല ചോറും ഒക്കെ വെച്ച് നല്ല ഒരു സദ്യ തന്നെയാണ് നമ്മുടെ അലീന ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാം. അപ്പൊ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.